പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. മിശിഹായിലെ സ്നേഹ ബഹുമാനപ്പെട്ട ജിൻഡോച്ചൻ, എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, എൻ്റെ ഏറ്റവും സ്നേഹമുള്ള കുട്ടികൾ, പ്രിയമുള്ളവരെ, ഇന്ന് ഔസപിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിലിരുന്ന് ധ്യാനിക്കുന്ന സമയമാണ്. നാം ഇന്ന് വായിച്ചു കേട്ടത്, ഈ ലോകത്ത് നമ്മളെപ്പോലെ അപ്പനമ്മയ്ക്ക് ജനിച്ച ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം തൻ്റെ മരണം വരെ വിശ്വസ്തയോടെ, ത്യാഗത്തോടെ, സഹനത്തോടെ ഏറ്റെടുത്ത് സമാധാനത്തോടെ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ അർപ്പിച്ചു വിശുദ്ധ ഔസപിതാവ്. ഔസപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഔസപിതാവിനെ പോലെ ആകാൻ വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഞാൻ ചോദിക്കുകയാണ്. അതിനൊന്നും ആൾക്കാരില്ല. ഔസപിതാവിനെ പോലെ ഒന്നും ആകാനായിട്ടൊന്നും താല്പര്യമില്ല. കുട്ടി ഇപ്പോൾ MBA പഠിക്കണം, അവൻ തൊട്ട് ഔസപിതാവാണെന്ന് നോക്കണം. അവനടുത്ത് IELTS പാസ്സായിട്ട് അമേരിക്കയിലേക്ക് അയക്കണം, എന്നിട്ട് നല്ലൊരു ജോലി കിട്ടണം. ചില്ലറ ജോലി കൊണ്ടൊന്നും നമ്മൾ നിലയ്ക്ക് നിൽക്കാൻ പോകണില്ല. ഒരു 2 ലക്ഷം 3 ലക്ഷമൊക്കെ ആയാൽ ഇതൊക്കെ നമുക്ക് തരക്കടില്ലാണ്ട് മുന്നോട്ട് പോവാം. ഔസപിതാവിൻ്റെ കാര്യം ഞാൻ ആലോചിക്കാറുണ്ട്. പാവ ഔസപിതാവ്. ഒരാള് ഔസപിതാവിൻ്റെ കപ്പേളയുടെ അവിടെ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇടവലിരിക്കുമ്പോൾ അയാൾ വന്ന് ഔസപിതാവിനോട് പ്രാർത്ഥിക്കാം. അയാളുടെ ജോലി എന്താണെന്നറിയാം? അയാൾക്ക് ജോലിയല്ല, അയാൾക്ക് കച്ചവടമാണ്. എന്തുകൊണ്ടാണ് കച്ചവടം എന്നറിയാം? ഈ ഫർണിച്ചറിൻ്റെ കച്ചവടമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഔസപിതാവായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ഫർണിച്ചർ, കോടിക്കണക്കിന് രൂപയുടെ ഫർണിച്ചർ കടയുള്ള അന്തോണിയേട്ടൻ, ഈ ഇടവേലെ അന്തോണിമാർ ക്ഷമിക്കുക, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കച്ചവടം നടത്തണ, ഫർണിച്ചർ നടത്തണ ഈശോ പതിയാരത്ത് കുറെ ഫർണിച്ചറുകാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. ഈ അന്തോണിയേട്ടൻ ഔസപിതാവിനോട് ചോദിക്കണം, ഔസപിതാവേ എൻ്റെ കച്ചവടം നന്നാക്കി തരണേ, കച്ചവടം. ഔസപിതാവ് പറഞ്ഞു, നീ എന്താ എന്നോട് ചോദിക്കണത്? എനിക്കാകെ ഒരു കസേര, ഒരു മേശ, ഒരു സ്റ്റൂള് ഉണ്ടാക്കിയിട്ട് ചെറിയ ഒരു ആശാരിപ്പണി നടത്തി ജീവിച്ചിരുന്ന ഞാനാ. നിന്റെ പോലത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഔസപിതാവ് തൊഴിലാളികളെ മധ്യസ്ഥൻ, ഫർണിച്ചർ, മരപ്പണിക്കാരൻ. ഞാനും മരത്തുമ്മലാണ് ഈ പണിയൊക്കെ ചെയ്യണേ. നിങ്ങളൊരു വിരോധാഭാസം ആലോചിച്ച് നോക്കി. വലിയ മരപ്പണി ബിസിനസ് കൊണ്ട് നടക്കുന്ന ആള് ഈ ചെറിയ ഒരു ആശാരിയോട് ചോദിക്കുകയാണ് കച്ചവടം നന്നാക്കി തരണേന്ന്. അയാൾക്ക് എന്നിട്ട് ചെയ്തു കൊടുക്കണ്ടേന്ന്. സത്യമായിട്ട് പറയുമ്പോഴവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണെന്നറിയാം? എൻ്റെ ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളൊന്ന് വർദ്ധിപ്പിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല. എന്തേ കുഴപ്പമില്ല. എൻ്റെ വലിയ വീടൊന്ന് പണിത് കിട്ടണം, മോളെ കെട്ടിച്ചയക്കുമ്പോൾ ആവശ്യത്തിനുള്ള സ്വർണ്ണം ഉണ്ടാവണം, നല്ല മരുമോനും നല്ലൊരു ജോലി കിട്ടണം. ഔസപിതാവിൻ്റെ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിലൊന്ന് വെച്ച് നോക്കിയാൽ എങ്ങനെയുണ്ട്? എന്നിട്ട് ഔസപിതാവേ എന്ന് വിളിക്കുക. ഔസപിതാവ്, നീ എന്നെ പോലെ അവിടെ വേണ്ട, ആ പണിക്കൊന്നും എന്നെ കിട്ടില്ല. പിന്നെ ഞാൻ വെറുതെ ചോദിക്കുക, ഈ പതിയാരത്തുള്ള ഏത് മാതാപിതാക്കളാണ് നിങ്ങളുടെ പെൺകുട്ടികളെ ആശാരിപ്പണി ചെയ്യണ ചെക്കന് കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഒരു കൈ പൊന്തിച്ചേൻ? ധാരാളം കൈ പൊന്തിക്കാന്ന് പറയില്ല, ആരും കാണില്ലല്ലോ. പൊന്തിച്ചോന്ന് ആരറിയണം? ഔസപിതാവിന്റെ ജീവിതത്തിൽ അത്യാഗ്രഹമില്ലടോ. ഔസപിതാവിന്റെ ജീവിതത്തിൽ തന്നെ ദൈവം ഏൽപ്പിച്ചൊരു ജോലി, അത് ഈ മരണശേഷം ദൈവസന്നിധിയിൽ എവിടെ ഇരിക്കുന്ന ഈ പതിയാരുടെ എല്ലാ അപ്പന്മാരോട് പറയണം, ഒരു വലിയൊരു ഭാരമുള്ള ഒരു പാറക്കല്ല് നിങ്ങളുടെ പുറത്ത് വെച്ച പോലെ അല്ലേ ആലോചിച്ച് നോക്കി. വന്നു വീണു. കല്യാണത്തിൽ നിന്ന് എന്തായിരുന്നു എൻ്റെ അമ്മോ? കല്യാണം കഴിഞ്ഞോടുകൂടി എല്ലാം കഴിഞ്ഞു. പിന്നെ ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യം, നിങ്ങൾ ചിലവർക്ക് ചിന്തിക്കാനുണ്ടാവും, ഔസപിതാവ് എന്തുകൊണ്ട് പണിയെടുത്തു എന്നാ പറഞ്ഞേ. എനിക്ക് 4 എണ്ണ, ആകെ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഈ 4 എണ്ണത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ 10 പ്രാവശ്യം വിശുദ്ധനെ അവൻ്റെ ആളായി.
ശരിയാ. പതിയാരത്തുള്ള അപ്പന്മാരൊക്കെ ഒരു 10-15 പ്രാവശ്യം വിശുദ്ധരാവേണ്ട ആൾക്കാരായിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു, കുട്ടികളൊക്കെ ഇരിക്കണ്ടല്ലോ അല്ലേ, കേൾക്കണ്ടല്ലോ അല്ലേ. ഒരു വീട്ടിൽ ചെന്നപ്പോഴേ ആ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ വന്നിരുന്ന വർത്താനം പറയാണ്. അപ്പോൾ പിള്ളേർ അകത്ത് പുറത്ത് കളിക്കുകയാണ്. കളിയുടെ ഇടയിൽ കൂടെ ഒരുത്തൽ അടുക്കളയെ കൂടെ ഒരു വരവ് വന്നു ഞാൻ ഇരിക്കുന്ന മുറിയിലേക്ക്. അപ്പോൾ അവിടെ കാപ്പി എന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓരൊറ്റ പോക്കാണ് അകത്തെ കൂടെ. പോണ വഴിക്ക് സ്റ്റൂളും ഒരു തട്ട് കാപ്പി ഗ്ലാസ് താഴെ വീണു. അപ്പം ഡാ അപ്പനൊരു വിളി. ചെക്കനാ വഴി കൂടെ പോയി. ഈ പുട്ടിൻ്റെ കുറ്റിയിൽ നിന്ന് പുട്ട് തെറിക്കണ പോലെ ഠും ആളൗട്ടായി. ഞാനിങ്ങനെ ആകെ സ്റ്റക്ക, ഇതെന്തപ്പത്? അപ്പോൾ ആൾ പറഞ്ഞു, അച്ഛോ സോറി കേട്ടോ, കുഴപ്പമില്ല. ദേവരിൽ വേറൊരാൾ ഈ വഴി കൂടെ അങ്ങോട്ട് പുറത്തുനിന്ന് മുമ്പുറത്തുനിന്ന് അടുക്കള കൂടെ വരണം. അവനും വന്നിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടൊരു പോക്ക പോയി. അപ്പോൾ ഈ അപ്പനാകെ വിഷമമായിട്ട്, അച്ഛോ വിഷമമൊന്നും കരുതരുത്, പിള്ളേരല്ലേ. ഞാൻ പറഞ്ഞോടോ മനുഷ്യ, എനിക്ക് എന്തുട്ട് വിഷമം. ആകെ ഒരു 10-25 മിനിറ്റ് തൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് പോകുമ്പോൾ ഇത് കണ്ട എനിക്ക് എന്ത് വിഷമം. 24 മണിക്കൂർ ഈ പിള്ളേരുടെ കൂടെ കഴിയുന്ന തൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണെന്നറിയോ? തനിക്ക് സ്വർഗം ഉറപ്പാടൂ. കാരണം 10-25 മിനിറ്റ് ഞാനിവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു മനസ്സിലായി. താൻ ഈ കുട്ടികളുടെ കൂടെ ഒരു ജീവിതകാലം മുഴുവൻ കഴിയുമ്പോഴേ ധൈര്യമായിട്ടിരുന്നോ. മരിച്ച സ്വർഗത്തിലെത്തുമ്പോൾ വിസ പോലും ചോദിക്കില്ല, എമിഗ്രേഷൻ ഉണ്ടാവില്ല. അങ്ങോട്ട് പോയണ്ട് ഇതോട്ട് നോക്കിക്കണേ, 4 പിള്ളേരുടെ കൂടെ ജീവിച്ചല്ലേ. പ്രിയമുള്ള അപ്പന്മാരെ, നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള സ്നേഹമോ ആശ്വാസമോ ഒന്നും കിട്ടില്ലൊന്നും അധികം ഉണ്ടാവില്ല. ഔസപിതാവിനും അങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം ഔസപിതാവ് കഠിനാധ്വാനിയായിട്ട് ജീവിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അതാണ് അതിൻ്റെ ഫലമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവണോട് കൂടെ അമ്മമാർക്ക് പിന്നെ കുട്ടികളുടെ കാര്യത്തിലാവും ശ്രദ്ധ. നിങ്ങൾ ഔട്ടാവും, എല്ലാവരുടെ കാര്യമല്ല. ഇനി കുട്ടികളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇനി ആ കുട്ടികളുടെ പ്രസവം നിങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ചുക്കുമ്പിരിക്കണ ചൂലാപ്പ് ഇരിക്കണം ഒരു സ്ഥലത്ത്. പ്രായമായി വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. മക്കൾക്കൊക്കെ അമ്മമാരോട് ചെറിയൊരു ചായവ് ഉണ്ടാവും. ചായവ് കെട്ടിച്ചു വിട്ടാലും അമ്മേ. പക്ഷെ അപ്പന്മാരോട് അധികം ചായവുള്ള കുട്ടികൾ എന്താ ചെയ്യാടോ? ഇതിനൊക്കെ ഫലം ഉണ്ടെന്നാണ് ഔസപിതാവ് നമ്മളോട് പറഞ്ഞു തരണം. ഇവിടെ എന്നെ കേൾക്കണ അപ്പന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും നിങ്ങളുടെ ഭാര്യേനെ അറിയിക്കാണ്ട്, നിങ്ങളുടെ മക്കളെ അറിയിക്കാണ്ട് കൊണ്ട് നടക്കണതിൽ വലിയ അർത്ഥമില്ല. അത് അവളൊന്നും അറിയണ്ട, പിള്ളേരോടൊക്കെ കിടപ്പുത്തോട്ട് നന്നാവും. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങളുടെ ഭാര്യ അറിയണം. എവിടെ നിന്ന് കടം വാങ്ങിച്ചു അറിയണ്ട. നിങ്ങളുടെ മക്കൾ അറിയണം. അപ്പൻ പൊരി വെയിലത്ത് പണിയെടുത്തിട്ട്, ഗൾഫിലൊക്കെ പണിയെടുത്തിട്ട് അവസാനം വരുമ്പോ മക്കൾക്ക് മൊബൈലുണ്ടാ, വിസ കൊടുന്നുണ്ടാ. ഈ മനുഷ്യനെ അവിടുന്ന് വന്നിറങ്ങുമ്പോൾ ആ മനുഷ്യൻ അവിടെ എങ്ങനെ കഴിയണമെന്ന് വല്ല ആലോചിക്കണ്ട. മാസം മാസം തമാശയായിട്ട് കേൾക്കാറില്ലേ, ഹലോ ആരാണ്? നിന്റെ ഭർത്താവാണ്. ആ എന്തേ? ഞാനേ ഇവിടുന്ന് അങ്ങോട്ട് പോരാ. എന്തിനാ ഇങ്ങോട്ട് പോരണേ? അല്ല ഇവിടുത്തെ കമ്പനി നിർത്തി, എനിക്ക് ജോലി പോയി. അത് ഇതും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകണം. അവിടെ എവിടെയെങ്കിലും അന്വേഷിച്ച് ജോലി ഉണ്ടാക്കാൻ നോക്ക്. എന്ത് ഇവിടെ വന്ന് മനുഷ്യൻ ചെയ്തോട്? ഇവിടെ അടക്കണ്ടേ? ഗ്യാസിൽ പൈസ കൊടുത്തിട്ടില്ല, കുട്ടിയുടെ ഫീസ് കൊടുത്തിട്ടില്ല, വീടിന്റെ വാടക കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? അവിടെ വന്നാ മതി. ഇങ്ങനെയുണ്ട് അവിടെ എന്നാ മതി. ഭാര്യയ്ക്കിപ്പോ നിങ്ങളിപ്പോ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥ അല്ലായിരുന്നു. കാശ് കിട്ടണട്ടാ, പിള്ളേരെ പഠിപ്പിക്കണോ വേണം. ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങനെ പണിയെടുത്ത് ഒരു പരുവാണ്. എല്ലാ അപ്പന്മാരുടെ കാര്യമില്ല ഞാൻ പറയണത്. അതുകൊണ്ട് ഈ ഔസപിതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസം അമ്മമാരോടും മക്കളോടും ഇത്തിരി കരുണ, ഇത്തിരി സ്നേഹം, ബഹുമാനം ഒക്കെ കാണിക്കണത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാവും. ആ മനുഷ്യൻ ആരോടും പറയില്ല, അതാ അങ്ങോരുടെ തെറ്റാണ്. ഇത് കേൾക്കുമ്പോഴേ അന്തോണിയേട്ട വർഗീസേട്ടൊന്ന് മനസ്സിലാക്കിക്കോ. തൻ്റെ കാര്യങ്ങളെല്ലാം തൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞിരിക്കണം. തൻ്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞിരിക്കണം, വേദനകളും വയർപ്പുകളും ഒക്കെ പറയണം. അതിലൂടെ കുടുംബം
ഇത് അതൊന്നും പറയാണ്ട് എൻ്റെ ഉള്ളിലിരുന്നോട്ടെ, എൻ്റെ ഉള്ളിലിരുന്നിട്ട് പിന്നെ അവസാനം ഹാർട്ട് അറ്റാക്ക്, അത് കഴിഞ്ഞിട്ട് വേറെ അസുഖം ഒക്കെ തുറന്ന് പറയണം. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തുറന്ന് പറയണം. അതാണ് ഈ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസം എനിക്ക് ആദ്യം അപ്പന്മാരോട് പറയാനുള്ളത്. നിങ്ങളുടെ ഹൃദയം പങ്കുവെക്കാനുള്ളതാണ് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും. അവരോട് നിങ്ങൾ പങ്കുവെക്കാതെ ഇന്ന് കാണില്ലേ, ഓരോരുത്തർ കാശുണ്ടാക്കി അവസാനം പോയി ചത്തു. എന്താ കാര്യം? മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ. ഇന്നിപ്പത് എന്നെ ചേച്ചി ഇസ്രായേൽ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എവിടെ പ്രസംഗം പറയുന്നുണ്ടെങ്കിലും പറഞ്ഞു അച്ഛാന്ന് പറഞ്ഞു. മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടേ അവസാനം വീട്ടിൽ ചെല്ലുമ്പോ അമ്മ എന്തുകൊണ്ട് ചെയ്തു എന്നാ പറയണേ? അപ്പനെല്ലാം ഉണ്ടാക്കി. ചില പറമ്പിലൊക്കെ അപ്പം മരിച്ചു പോയിട്ട് അമ്മമാര് നടക്കണതാണ്, അല്ലെങ്കിൽ അമ്മമാരാണ് അധികം ചെയ്യുക. കശുരണ്ടി പറക്കി, മാങ്ങാണ്ടി പറക്കി, പട്ട പറക്കി എടുത്തു വെക്കുക. എന്തിനാ? മോളെ വൻതിരപ്പള്ളിന്ന് വരുമ്പോ ഇത് വിറ്റിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ. പാവം തള്ള എന്തെന്നാ പറയാ. അതിനവിടെ ഇഷ്ടപ്രകാരം പണുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. എന്നാൽ എന്നാ അപ്പുറത്തെ വീട്ടിൽ ക്യാൻസർ ആയിട്ട് കിടക്കേണ്ട രമണി, ആ രമണിക്ക് കൊടുക്കില്ല. എൻ്റെ മോൾക്ക് കൊടുത്ത്, എൻ്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് ആവശ്യത്തിലേറെ പണം നിങ്ങൾ കൊടുത്താൽ ഉറപ്പ്, ഉപ്പിട്ട് വറ്റിച്ചിട്ടല്ല, കൊടപ്പിളിട്ട് വറ്റിച്ചിട്ട് ഞാൻ പറയണം, നിങ്ങളെ മക്കൾ വെറുക്കും. ആവശ്യത്തിലേറെ സൗകര്യം, സുഖവും പണവും നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവര് നിങ്ങളെയല്ല സ്നേഹിക്കുക, ആ പണത്തെയും സൗകര്യത്തെയും സ്നേഹിക്കും. അതെങ്ങാനും വല്ലതും കുറഞ്ഞാൽ ഈ തന്ത എന്തുട്ട് ചെയ്തു എന്നാ പറയണേ കേട്ടാ. ഈ ചങ്കിൻ്റെ ഉള്ളിൽ നിന്നുണ്ടല്ല പൂക്കുറ്റി പോലെ വേദന വരും. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ അധ്വാനിക്കാൻ പഠിപ്പിക്കുക, അല്ലാണ്ട് കാശുണ്ടാക്കി കൊടുത്ത്. ആ പാവം അമ്മ എന്താ പറഞ്ഞറിയോ? അച്ചോ സ്നേഹം കിട്ടുന്നത് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. സ്നേഹം കിട്ടുന്നേ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടും. സ്നേഹം കൊടുത്താലാണ് സ്നേഹം കിട്ടുക, അല്ലാണ്ട് പണം കൊടുത്താൽ സ്നേഹം കിട്ടില്ല. മാതാപിതാക്കളെ, പണം കൊണ്ട് സ്നേഹം വാങ്ങിക്കാനേ പറ്റില്ല. പത്രങ്ങളൊക്കെ വായിക്കില്ലേ നിങ്ങള്? വലിയ കോടീശ്വരന്മാരുടെയൊക്കെ അവസാനങ്ങൾ കേൾക്കണില്ലേ? അതുകൊണ്ട് ഈ പതിയാരത്ത് ഒരു കോടീശ്വരനുണ്ടാകാൻ പാടില്ല, ഒരു കോടീശ്വരനുണ്ടാക്കാൻ പാടില്ല. അവരെക്കാൾ കൂടുതൽ കാശ്, അവരെക്കാൾ സൗകര്യം. മാതാപിതാക്കളെ പെട്ടു പോവിട്ടോ നിങ്ങള്. നിങ്ങളുടെ മക്കൾ നിങ്ങളെയല്ല സ്നേഹിക്കുക. നിങ്ങൾ തരുന്ന സ്വർണം, നിങ്ങൾ തരുന്ന സമ്പത്ത്, നിങ്ങൾ തരുന്ന സൗന്ദര്യം, അതേ അവർ ഇഷ്ടപ്പെടൂ. നിങ്ങളെ വെറുക്ക അവസാനം. എന്താ കാരണം? നിങ്ങളുടെ ചങ്ക് മനസ്സിലാക്കാനല്ല അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്, അത് കാണിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അപ്പന്മാരോട് പറയാനുള്ളത്, ഈ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണേൻ്റെ ഒരു സംതൃപ്തിയിൽ കഴിയുന്ന മാതാപിതാക്കൾ അവസാനം ആ മക്കൾ നിങ്ങളെ ആ സ്നേഹത്തെ വിലമതിക്കാണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന വേദന ഉണ്ടില്ല, വലുതാകും. അതുകൊണ്ട് ആശാരിപ്പണിക്കാരനായ ഔസേപ്പ് പിതാവ് എന്താണ് ജീവിതത്തിൽ കരുതിയത്? ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി, ഇപ്പെഴുന്നേറ്റ് ഈ രാത്രിയിൽ പോകണ്. ആ ദൈവത്തിലുള്ള വിശ്വാസം. മാതാപിതാക്കളെ, അതാണ് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. പണമല്ല, സൗന്ദര്യമല്ല മക്കൾക്കുണ്ടാകേണ്ടത്. സൗന്ദര്യത്തിന് ഒരു വിലയില്ല, പണത്തിനൊരു വിലയില്ല എന്ന് ഈ COVID-19 കാലത്ത് ആൾക്കാർക്ക് മനസ്സിലായി. COVID-19 സഹോദരങ്ങളെ മനസ്സിലാക്കുന്നു. വിശ്വാസമാണ് ഈ ജീവിതം തന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പറഞ്ഞല്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് പോയില്ല ഔസേപ്പ് പിതാവ്. അത് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന അപ്പനാകണം. ദൈവത്തിന്റെ സ്വരം ഇതിൻ്റെ ഉള്ളിലുണ്ട് മാതാപിതാക്കളെ, ചങ്കിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളൊന്ന് കണ്ണടച്ചാൽ ഇതിൽ നിന്ന് സത്യത്തിന്റെ സ്വരം വരും. ഏതമ്മയാണെങ്കിലും പിന്നെ അവനവന്റെ അത്യാഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, അത് വരുമ്പോൾ ഒരിക്കലും ഈ സ്വരം വരില്ല. ദൈവം നമ്മളോട് സംസാരിക്കും. ഇത് വേണ്ട, ഇത് വേണ്ട എന്ന് പറയും നമ്മളോട്. അതുകൊണ്ട് മാതാപിതാക്കളെ, ഇന്ന് അപ്പന്മാരോട് ഒരല്പം ബഹുമാനവും സ്നേഹമൊക്കെ ജീവിതത്തിൽ കാണിക്കണം. ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. കുറെ കഴിയുമ്പോൾ ആരുടെയും സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ടു പോകുന്ന അനേകം അപ്പന്മാരുണ്ട്. ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, പിന്നെ മരുവൾക്ക് എന്തുട്ടപ്പൻ. ഭാര്യമാരുണ്ടാവുന്ന അപ്പന്മാരെ ആലോചിച്ചോട്ടെ,
പോയാലുണ്ടല്ലേ, പോയാലേ നിങ്ങളുടെ അവസ്ഥ വല്ല ആലോചിച്ചില്ലേ? ചൂടുവെള്ളം വെച്ചിട്ടുണ്ടോ കുളിക്കാൻ? മരിച്ചിട്ട് 41-ാം ദിവസം ചൂടുവെള്ളം ആരെൻ്റെ വയ്ക്കാൻ വരണേ? വരുമോ? കറി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ പാത്രം എടുത്തുകൊണ്ടുപോയി കഴുകാനായിട്ട്. നിന്റെ ഭാര്യ ജീവിത പങ്കാളി കടന്നുപോയാൽ അപ്പന്മാരെ ആലോചിച്ചോളൂ, ജീവിതം എന്താകും? അനേകം പേരുടെ ജീവിതത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഉള്ള ജീവിതം നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും കൂടെ സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ, ആർത്തിയില്ലാതെ, ആക്രാന്തമില്ലാതെ, അഹങ്കാരം കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത്. വേണ്ട, അഹങ്കാരമാണ് അധികം. ഔസപിതാവിന് അഹങ്കാരം ഉണ്ടായിരുന്നോ പ്രിയമുള്ളവരെ? എത്ര വിനീതനായി എളിമയോടുകൂടെ ജീവിച്ച ഒരു അപ്പൻ. ഈ തിരുനാൾ ദിവസം അപ്പന്മാരെ ശ്രദ്ധിക്കണം. ഇനി എത്ര കാലം ഉണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടാ? വയസ്സ് എത്രയാ? വയസ്സ് 60. ഇനി എത്ര കാലം ഉണ്ടാവോ? ഉണ്ടാവില്ല. ഉണ്ടാക്കി വെക്കുക. എവിടേക്കാ പ്രിയമുള്ളവരെ? നമ്മൾ പണിത വീട്ടിൽ എത്ര കാലം നമ്മൾ കഴിയുമെന്ന് നമുക്കറിയോ? അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, ദൈവം തന്നു, ദൈവം എടുത്തു. അതാണ് ജോബ്. ആ മനസ്ഥിതിയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ദൈവം തന്നു, ദൈവം തന്റെ ജീവിതത്തെ വിളിക്കുന്നു, ജീവിതത്തിലേക്ക് യാത്രയാണ്, നിത്യത്തിലേക്ക് യാത്രയാണ്. പിന്നെ അപ്പന്മാരോട് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ സഹിക്കണ കാരണേ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചിലപ്പോട്ടെ ഒരു സ്വഭാവം ഉണ്ടാവും. കാരണം വെച്ചാൽ ഞാൻ പാലക്കാട് പോയപ്പോൾ, ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഈ അടുത്ത വീട്ടിൽ അപ്പനും മോനായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലാട്ടാ, ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞാണ്. അപ്പം അച്ഛനൊന്ന് സംസാരിക്കുക. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുണ്ട്, മോനുണ്ട്, അപ്പനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഇവിടുത്തെ പ്രശ്നം? അച്ഛൻ പറഞ്ഞല്ലോ, പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ, ചെക്കൻ, അമ്മ ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ എല്ലാവരും വന്നിരിക്കും. ചെക്കൻ ചോറ് സാമ്പാറിലിങ്ങനെ ഉരുട്ടി വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിളിക്കും. അപ്പം പറയും, നീ എന്തുണ്ടാക്കിയത്? ഞാൻ എന്തുണ്ടാക്കിയത്? നീ എന്തുണ്ടാക്കിയത്? അപ്പോൾ ചെക്കൻ ഉരുളോടെ വയ്ക്കും. പിന്നെ ഉരുള പൊന്തിക്കും, നീ എന്തുണ്ടാക്കിയത്? ഞാൻ എന്തുണ്ടാക്കിയത്? അപ്പം അമ്മ പറയും, ഒന്നും ഉണ്ടാണ്ട് കുട്ടി ഭക്ഷണം കഴിക്കട്ടെ. അതെന്താ അവനറിയണം. വീണ്ടും നീ എന്തുണ്ടാക്കിയത്? അതായത് എന്താ പ്രശ്നം? എല്ലാം ഉണ്ടാക്കണതേ. പറമ്പുണ്ട്, നനയ്ക്കാൻ പോലെ പണിയെടുക്കലൊക്കെ ഇയാളെ ചെയ്ത ചേട്ടാ. ഈ ചെക്കൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ കുട്ടിയുടെ മെക്കെട്ട് കയറിയിട്ട് ഏത് നേരം നീ എന്തുണ്ടാക്കിയത്? ചെക്കൻ കാസാരി എടുത്തിട്ട് അടിക്കാനോ നോക്കി. അപ്പം തന്നെ ഉണ്ടാക്കി. ഞാനിപ്പോൾ എന്താ വേണ്ടേ? ഇവിടെ ഈ അസുഖമുള്ള ചിലപ്പന്മാര് ഉണ്ട് കേട്ടോ. ഏതസുഖം? ഈ അസുഖം. ഞാൻ രണ്ടുണ്ടാക്കിയത്. ഇത് കേൾക്കുമ്പോൾ ചില അപ്പന്മാർ അവിടെ ഇരുന്നിട്ട് എൻ്റെ മുഖത്തേക്ക് തുറപ്പിച്ച് നോക്കുന്നുണ്ട്. ഞാൻ കാണുന്നൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ രണ്ടുണ്ടാക്കിയത്. എന്തുട്ടുണ്ടാക്കി? പള്ളിയിൽ വിചാരിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്, വിചാരിച്ചാണ് അതുണ്ടാക്കിയത്. എന്തുട്ടുണ്ടാക്കിയെന്ന് പറയണേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചൊരു ജോലിയാണെന്ന് മാത്രം തന്നെ കണക്കാക്കാവോ. അല്ലാണ്ട് ഞാനാണ് ഉണ്ടാക്കിയെന്നും കരുതിയിട്ട് അമ്മ ചോറും കൂട്ടാനുണ്ടാക്കി, അത് കരുതി ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഞാനാണ് കൂട്ടാനുണ്ടാക്കിയത്. നമ്മൾ ഉണ്ടാണ്ടിരിക്കും. മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഞാനാണ് ഇറച്ചിക്കറി വെച്ചത്, എൻ്റെ സമ്മതിച്ചു. ഇപ്പം ഞാനെന്ത് വേണ്ടേ? മാതാപിതാക്കളെ, ഈ മക്കളോട് ഇത്തിരി സംഭവം നിങ്ങൾ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പിള്ളേർ വളർന്ന് വലുതായി വരുമ്പോൾ അത് കണ്ട് പഠിച്ചവർ വരട്ടെ. അപ്പോഴേക്കും പിള്ളേരുടെ മെക്കെട്ട് കയറിയിട്ട് ഞാനുണ്ടാക്കിയത്. പിന്നെ പിശുക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ഇത് ഉണ്ടാക്കി വെക്കണേ പതിയാരത്തല്ലട്ടാ, എനിക്ക് വെക്കില്ലട്ടാ. അതായത് ഒരു 10ന്റെ പൈസ ഇതിങ്ങനെ. ചിലവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാം? വാതിലടച്ചിട്ട് ഷെൽഫിൽ നിന്ന് നോട്ടെടുത്തിട്ട് എണ്ണയോടെ വയ്ക്കും, പൊതിഞ്ഞോടെ വയ്ക്കും. പിന്നെ എല്ലാ ദിവസവും രാത്രി വന്ന് എന്തുട്ട് സുഖ ജാരി തൃശ്ശൂര്, എൻ്റെ വീടാറ് നാട്ടില്, അവിടെയുള്ളൊരു ലോനപ്പേട്ടനെ കുറിച്ച് പറയാറുണ്ട്. ഭയങ്കര കഴിവ് ആൾക്കിട്ട ഒരു അപ്പനാണ്. അരിയങ്ങാടിയിൽ അങ്ങോട്ട് ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അരിക്കച്ചവടമാണ്. അരി പലചരക്ക് സാധനങ്ങളൊക്കെ അങ്ങോട്ട് അവിടെ ഇരുന്നിട്ട് കാലത്ത് അങ്ങടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഷട്ടർ അങ്ങടെ തുറന്നിട്ട് ഇങ്ങനെ മോളിൽ പോണ ഷട്ടറല്ല, പലക മാറ്റിയിട്ട്
അവിടെ ഈശോയുടെ ഹൃദയത്തിൻ്റെ രൂപമുണ്ട്. അങ്ങനെയുണ്ട്. അതൊന്നും ഇല്ലാണ്ട് പറ്റില്ല. അവിടെ തിരികളൊക്കെ കത്തിക്കും, കർട്ടനൊക്കെ മാറ്റി തിരികളൊക്കെ കത്തിച്ച് ഔസപിതാവിൻ്റെ രൂപം തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ലോനപ്പേട്ടൻ പ്രാർത്ഥിക്കും, ഈശോയെ ഔസപിതാവേ കച്ചവടം തുടങ്ങാൻ പോവാണ്, അനുഗ്രഹിക്കണം, എല്ലാ ആൾക്കാരെയും എൻ്റെ കടയിലേക്ക് കൊണ്ടുവരണം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഔസപിതാവിന് തൊട്ടുമെത്തും, ഈശോയെ തൊട്ടുമെത്തും. എന്നിട്ട് മെഴുതിരി ഊതും. ചന്ദനത്തിരി അടക്കം ഇങ്ങനെ കുത്തിക്കെടുത്തും. അതെന്തിനാ വേസ്റ്റ് ആക്കണേ? നാളെ കത്തിക്കാലോ. ഐഡിയ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലോനപ്പേട്ടൻ, നമ്മൾ പള്ളിയിലൊക്കെ കർട്ടൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഇല്ല. അതുപോലെ ലോനപ്പേട്ടൻ പണ്ടേ ഈ കർട്ടൻ ഇടുന്ന സ്വഭാവം, പുരാതന കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഈ രൂപക്കൂടിൻ്റെ അവിടെ കർട്ടനുണ്ട്. കർട്ടൻ ഇട്ടിട്ട് അങ്ങോട്ട് മുട്ടിക്കും, കർട്ടൻ ഇട്ട് അടച്ചു. എന്നിട്ട് ലോനപ്പേട്ടൻ ഒരു വർത്താനം പറയും, അതേ ഔസപിതാവേ, ഇനി ഇവിടെ നടക്കണ കാര്യമൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, പിടികിട്ടിയ. പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ഈ ലോനപ്പേട്ടൻ ഇങ്ങനെ ആൾക്കാർക്ക് കച്ചവടത്തിന് അരി കൊണ്ടുപോകുമ്പോഴില്ല, നോട്ട് ഇങ്ങനെ എടുക്കും. അവിടെ എത്രയാ? 4 ചാക്കരി. ഓക്കെ, കാശ് കൊടുക്കും. അവിടെ എന്താ വേണ്ടേ? അവിടെ പരിപ്പ് ഒരു 3 ചാക്ക്. അവിടെ 3 ചാക്ക് പരിപ്പ് കൊടുക്കുക. അവിടെ എന്താ വേണ്ടേ? ഉപ്പ് അവിടെ. ഇതൊക്കെ ആള് ഓർഡർ ചെയ്യുമ്പോഴുണ്ടല്ല, ഈ കയ്യിൽ നോട്ട് എണ്ണത് തെറ്റാണ്ട് എണ്ണാനുള്ള കഴിവുണ്ട്. ഭയങ്കര കഴിവ് എന്നിട്ടാ. നമുക്കിപ്പോൾ ഒരു നോട്ട് ഒരാൾ വർത്താനം പറഞ്ഞാൽ അയ്യോ നോട്ട് എണ്ണല് തെറ്റി, ഇയാളുടെ തെറ്റില്ല. ലോനപ്പേട്ടൻ്റെ പ്രത്യേക കഴിവാ. ഒരു കെട്ട് നോട്ട് എടുത്തിട്ട് ഇങ്ങനെ, അവിടെ എന്താ വേണ്ടേ? ഓക്കെ. അവിടെ എന്താ വേണ്ടേ? അവിടെ കൊടുക്ക്. ഇത് കെട്ടി വെച്ച ആള്. പ്രിയമുള്ളവരെ, പണം അതിനെ സ്നേഹിച്ചാൽ ഉറപ്പ് യൂദാസിനെ ഓർത്തുള്ളു. മനുഷ്യനെയാണ് സ്നേഹിക്കേണ്ടത്. യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിലെ പൗലോസ് യോഹന്നാൻസിലെ പറയുന്ന ഓർത്തോ, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നീ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടാകില്ല. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. പിന്നെ ആരെ സ്നേഹിക്കണം? മനുഷ്യനെ സ്നേഹിക്കണം. വസ്തുക്കളെയല്ല സ്നേഹിക്കേണ്ടത്, നിന്റെ പറമ്പിനെയല്ല സ്നേഹിക്കേണ്ടത്, അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന താലിച്ചയിലല്ല സ്നേഹിക്കേണ്ടത്, അമ്മേനെ സ്നേഹിക്കണം. അപ്പന്റെ പേരിലുള്ള ആധാരത്തെ അല്ല സ്നേഹിക്കേണ്ടത്, അപ്പനെ സ്നേഹിക്കണം. ശരിയല്ലോ? എന്താ ചെയ്യ? അടുത്ത കാലത്ത് ഞാൻ നിർത്താം. കുർബാന പറയുന്ന എന്തായാലും നിങ്ങളെ എൻ്റെ പോവില്ല, എന്നാലും ഞാൻ നിർത്തണ്ട, എനിക്ക് പോണ്ടേ. അടുത്ത കാലത്ത് ഒരു അപ്പം മരിച്ചിട്ടേ ചാവടപ്പ് കഴിഞ്ഞിട്ട് ഞാനെല്ലാവരും കൂടി സെമിത്തേരിന്ന് പോരുക. അപ്പോൾ മരിച്ച ആളുടെ മോൻ ഇങ്ങനെ വർത്താനം പറഞ്ഞു പോരുമ്പോൾ പറയാം, അപ്പനൊക്കെ നേരത്തെ മരിക്കേണ്ട സമയമായിരുന്നു ചോ, ലേറ്റായിരുന്നു. എന്തുകൊണ്ടെന്നാ പറയണേ? വയസ്സ് 89 ഉണ്ടായിരുന്നേ. ഒരു ചെറിയൊരു കമന്റ്, എന്ത് അപ്പനൊക്കെ നേരത്തെ മരിക്കേണ്ട സമയം ഉണ്ടായിരുന്നു, ലേറ്റായി. അപ്പന്മാരെ എന്നാലോചിച്ചോട്ടെ, ഇതിലൊന്നും കുറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ? അതായത് മക്കളുടെ ഉള്ളിൽ കൊടുക്കേണ്ടത് ഈ ഭൂമി ജീവിതമല്ല മോനെ, സ്വർഗം. നിത്യതയ്ക്ക് വേണ്ടി സമ്പാദിക്കണം എന്നുള്ള ബോധ്യം കൊടുത്തിട്ടില്ലെങ്കിൽ മാതാപിതാക്കളെ, കുറച്ച് കഴിയുമ്പോൾ ഈ ചെക്കൻ പറഞ്ഞതുപോലെ നിങ്ങൾ മരിച്ചിട്ട് ചവടപ്പ് കഴിഞ്ഞ് വരുമ്പോഴേ ചെക്കനുള്ളിൽ പറയും, മരിച്ച് നന്നായി, മരിച്ച് നന്നായിന്ന്. കണ്ട എന്താ കാരണം എന്നറിയോ? അവനിപ്പോ ഈ അമ്മേനോട് കിടത്തി ചികിത്സിച്ചുള്ള കാശൊക്കെ കളയാന്ന് പറഞ്ഞ് എന്തുകൂടി പറയണത്? അതുകൊണ്ട് അമ്മമാരോട്, അപ്പന്മാരുടെ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്കൊരു വിഷമാവുന്നുള്ളതുകൊണ്ട് ഞാൻ അമ്മമാരുടെ കാര്യം കൂടി പറഞ്ഞിട്ട് വെക്കാം. അമ്മമാരോടും മക്കളെ, നിങ്ങൾ ആദ്യം താമസിച്ച വീടാണ് നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രം. ഞാനും താമസിച്ചു അവിടെ 9 മാസം. ചിലർ 9 മാസത്തിന് മുമ്പ് തിക്കും തിരക്കുണ്ടാക്കിയിട്ട് എനിക്ക് പുറത്തു വരണമെന്ന് വന്ന ആൾക്കാരുണ്ട്. അവരവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിക്കട്ടെ. 9 മാസം ഒരു വീട്ടിൽ താമസിച്ചിട്ടാണ് പുറത്തു വന്നത്. കുറച്ച് കഴിയുമ്പോൾ മക്കൾക്കൊക്കെ തോന്നും, ഇതുകൊണ്ട് ഇങ്ങനെ ഒരു അമ്മ. എനിക്കൊരു പെണ്ണുണ്ട്, കല്യാണം കഴിച്ചു, അവളുണ്ടല്ലോ തോന്നാം. കുടുംബത്തെക്കുറിച്ച് അച്ഛൻ പറയണേ. കുറച്ച് കഴിയുമ്പോൾ ഈ തൊലിയൊക്കെ ചുക്കിച്ചുള്ളി സുന്ദരിയായിരുന്നു അമ്മ. പതിയാരത്തെ ഏറ്റവും സുന്ദരിയായ പെണ്ണായിരുന്നു അമ്മ.
എല്ലാവരും നോക്കും, സുന്ദരിപ്പെണ്ണേ സുന്ദരിപ്പെണ്ണേ. ഇപ്പം അമ്മയുടെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞുടാ. അമ്മയ്ക്ക് വയ്യ. അമ്മയുടെ സൗന്ദര്യം തൊലിയുടെ നിറത്തിലാണെന്നാണ് കരുതണത്. മാതാപിതാക്കളെ, പ്രായമായ നിന്റെ അമ്മയുടെ കയ്യുമ്മല് കാലുമ്മലൊക്കെ ഇത്തിരി എണ്ണയൊക്കെ ഇട്ട് ഒഴിഞ്ഞു കൊടുക്കുമ്പോഴേ അപ്പോഴാണ് അമ്മ മനസ്സിലാക്കുക എൻ്റെ മോൻ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നെന്ന്. അതുകൊണ്ട് അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു ശുശ്രൂഷ നടത്തുന്നത് നല്ലതാണ്. ഇപ്പം ഉണ്ടല്ലോ, മക്കളൊക്കെ അടുത്തുണ്ടല്ലോ. ഇപ്പോൾ ശുശ്രൂഷയുടെ പേര് ഇതാണ്, വയറ് കാണിക്കൽ ശുശ്രൂഷ. അങ്ങനൊരു സംഭവം ഉണ്ട്. നമ്മുടെ തൃശ്ശൂരൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. വയറ് കാണാൻ ഞാനിത് അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ വഴക്ക്. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ ഇവിടെ വഴക്ക്? അച്ഛനോടൊന്നും പറയാൻ പറ്റില്ല. ഇത് എന്നോട് പറയാൻ പറ്റാത്ത കാര്യം ഇവിടെ. അത് അങ്ങനത്തെ കാര്യമാണ്. എങ്ങനത്തെ കാര്യം പറയടോ, എന്താ വഴക്ക്? നമുക്ക് തീർക്കാൻ പറ്റും നോക്കട്ടെ. ഒന്നല്ലച്ചോ, അവർ വയറ് കാണാൻ വന്നിട്ടില്ല. എന്ത് വയറ് കാണാൻ വന്നിട്ടില്ല? വയറ് കാണാൻ പറ്റി? എന്തൊരു പരിപാടി? അങ്ങോട്ട് പരിപാടി അച്ഛനറിയില്ല. ചേട്ടൻ പറയൂ, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നു. എന്ത് സംഭവം? എൻ്റെ അച്ഛൻ എൻ്റെ മോളുടെ വയറ് കാണാൻ വരണം. ആര്? ഭർത്താവിൻ്റെ വീട്ടുകാര്. എന്തിനത്? അങ്ങനെയുണ്ട്, അവർ വന്നിട്ടില്ല, അതിൻ്റെ വഴക്കവിടെ. ശരി, ഇച്ചിരി കഷ്ടമെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ നിങ്ങൾ വഴക്കുണ്ടാക്കണേൽ ഒരർത്ഥമില്ലട്ടാ. ഈ വയറ് കാണാൻ അവർ വന്നില്ല, അതിനിപ്പോൾ എന്താ? അത് അച്ഛന് മനസ്സിലാവാണ്ട. എടോ, ഞാൻ പരിഹരിച്ചു തരാം. നിങ്ങളുടെ മോളുടെ വയറ് കാണാൻ അവർ വന്നിട്ടില്ല, ഇത്രയല്ലോ അവിടേക്ക്. ഞാൻ പരിഹരിക്കാം. നിങ്ങളുടെ മോളുടെ വയറ് കാണാൻ എളുപ്പ വഴി, മൊബൈലൊരു ഫോട്ടോ എടുക്കുക, വാട്സപ്പിൽ അവർക്ക് അയച്ചു കൊടുക്കുക. വയറ് കാണട്ടെ. ആര്? ഭർത്താവിൻ്റെ വീട്ടുകാർ. മനസ്സിലായോ? അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ, ഇത് ഈ വയറ് കാണലെന്ന് പറയുന്നതിൽ വെറുതെ പേരുള്ളൂ. നിങ്ങളുടെ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് 6-ാം മാസത്തിൽ വന്നാൽ 6 കൂട്ടം, 8-ാം മാസത്തിൽ വന്നാൽ 8 കൂട്ടം പലഹാരം. അയിനാസി, നേന്ത്രപ്പഴം, ലഡു, ജിലേബി. 4-ാം മാസത്തിൽ വന്നാൽ 4 കൂട്ടം മതി. 7-ാം മാസത്തിൽ വന്നാൽ 7 കൂട്ടം വേണം. ഏത്? അപ്പം എന്തുട്ട് ഓരോ തട്ടിപ്പ് പരിപാടി പറഞ്ഞിട്ട് വയറ് കാണാൻ വരിക. അപ്പം ഈ ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഈ മിനിക്കുട്ടി ഉണ്ടല്ല, നിന്റെ വയറ് കാണാൻ വരണ്ടീ നാളെ. ഈ പെണ്ണ് വയറുമ്പോൾ സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വയറ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ആൾക്കാർ വന്നിട്ട്, അപ്പോൾ എൻ്റെ വയറ് കാണണില്ലേ? നിന്റെ വയറ് തന്നെ പോയി കിടന്നു. ആരും ഇവളുടെ വയറ് നമുക്ക് നോക്കണില്ല. വാഷിംഗ് മെഷീൻ അവിടെ വെച്ചോട്ടാ, ആ ഷെൽഫ് ഇവിടെ ഇടും, അതവിടെ വെച്ചോ. വെറുതൊരു പേര് വയറ് കാണില്ലേ. ഈ സാധനങ്ങൾ ഇങ്ങോട്ട് അടിച്ചു മാറ്റാനുള്ള ഒരു മാർഗമാണ്. ഇത് കേട്ടപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് ഞാനെന്ത് ചെയ്യാൻ? പ്രിയമുള്ള എൻ്റെ മാതാപിതാക്കളെ, ഈ ലോക ജീവിതം സ്വർഗത്തെ ലക്ഷ്യം വെച്ചാണ് ജീവിക്കേണ്ടത് ഇന്ന്. അതുകൊണ്ട് ഞാൻ എന്തിനാ അമ്മമാരോട് പറയാമെന്നറിയോ? ഇതുപോലത്തെ വയറ് കാണിക്കലല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്ര വലുതായാലും ഇടയ്ക്ക് വിളിച്ച് നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുപോകുക, വാതിലടയ്ക്കുക. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇത് പറയാം, ഡിയ ഇവിടെ വന്ന് എന്താണ് അവിടെ ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ സാരി അങ്ങോട്ട് മാറ്റുക, എന്നിട്ട് വയറ് കാണിച്ചു കൊടുക്കുക. ഇതെന്താമ്മ? ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. കണ്ട, ഇതിൻ്റെ ഉള്ളിലായിരുന്നു നീ 9 മാസം. ഈ വയറ് നോക്കടി, വയറുമൊക്കെ ഇനി പൊക്കോ. ഈ ശുശ്രൂഷ നടത്തുന്നത് നല്ലതാ. പിള്ളേർ വിചാരിക്കുന്നത് ആകാശത്ത് പൊട്ടി വീണു. അല്ല മക്കളെ, നിങ്ങളുടെ അപ്പൻ്റെയും നിങ്ങളുടെ അമ്മയുടെയും കഥയാണ് അച്ഛൻ ഇത്രയും സമയം പറഞ്ഞത്. മോനെ വിളിക്കുക. അവൻ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളുണ്ടായാലും പറയാം, മോനെ ഇങ്ങോട്ട് വാടാ. ഡേവിഡ് സർമണിച്ചൻ പറഞ്ഞിട്ട് നിന്റെ വയറ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാതിലടച്ചിട്ട് അമ്മ സാരി ഇങ്ങോട്ട് മാറ്റിയിട്ട് കാണിച്ചു കൊടുക്കുക. അതുമ്പോൾ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ മാപ്പൊക്കെ ഉണ്ടാവട്ടെ ചിലപ്പോൾ വയറുമേ. കാരണം അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി വരയൊക്കെ വന്നിട്ടുണ്ടാവും. കാണിച്ചു കൊടുക്കാം, മോനെ ഇതിൻ്റെ ഉള്ളിലായിരുന്നടാ നീ. മാതാപിതാക്കളെ, മക്കള് പഠിപ്പും കഴിവും സൗന്ദര്യമുള്ളവരല്ല നമുക്ക് വേണ്ടത്. ദൈവസ്നേഹവും ഈ ലോകത്തിന് ജന്മം നൽകിയ മാതാപിതാക്കളും മനുഷ്യകുലത്തെയും വിലമതിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ ജീവിതത്തിൻ്റെ പൊരുളുള്ളിൽ കൊള്ളുന്ന മക്കളെ വളർത്തിയെടുക്കണം. ഔസപിതാവും ഈ ഭൂമിയിലെ സമാധാനത്തിൻ്റെ മരണം കൈക്കൊണ്ടാണ്. അതുകൊണ്ട് സമാധാനത്തോടുള്ള മരണത്തിൻ്റെ മധ്യസ്ഥനാണ്. നിങ്ങളെ അപ്പന്മാർക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഈ ഔസപിതാവിൻ്റെ മധ്യസ്ഥം ആശ്വാസപ്രദമായ ദിനങ്ങൾ നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനാൽ ഈ ഔസപിതാവിൻ്റെ തിരുനാൾ, തൊഴിലാളി മധ്യസ്ഥനായ ഔസപിതാവിൻ്റെ തിരുനാൾ, നമ്മൾ തൊഴിലിനെ സ്നേഹിക്കാൻ വെറുതെ പറയുന്നതല്ല, പണിയെടുക്കണം, പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കണം, അകം തുടപ്പിക്കണം.
കറിക്കരിയിക്കണം, ടോയ്ലറ്റ് മക്കളെ കൊണ്ട് കഴുകിക്കണം, പണിയെടുപ്പിക്കണം. ഞാൻ ചെയ്യണം. അപ്പോഴാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ ഞാനും അധ്വാനിക്കുന്നവൻ. നിങ്ങളെന്ന പതിയാരത്തെ എനിക്കറിയാം, എല്ലാവരും പണിയെടുക്കുന്ന ആൾക്കാർ, എനിക്ക് കുറേ ആൾക്കാരിവിടെ പരിചയമുണ്ട്, അറിയാം. പക്ഷെ നിങ്ങളുടെ മക്കൾ അടുത്ത തലമുറയും അതുപോലെയാകണം. വിശുദ്ധ യൗസേപ്പ് പിതാവ് സമാധാനം തരുന്ന ഒരു വിശുദ്ധനാണ്. നമുക്ക് സമാധാനത്തോടെ ജീവിച്ച ഒരു വ്യക്തിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവേ, നിന്റെ മാധ്യസ്ഥ ഞങ്ങൾ തേടുകയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും മാത്രമാണ് ഞങ്ങളുടെ സമ്പത്ത്. അത്യാഗ്രഹം കൊണ്ട് നിറഞ്ഞൊരു മനസ്സ്. നീ ഒരു ആശാരിപ്പണിക്കാരനായി ജീവിച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് കുറവും ഉണ്ടായില്ല. ഞങ്ങൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാൽ നീ എത്ര എളിമയോട് വിനയത്തോട് ഈ ഭൂമിയിൽ ജീവിച്ച് സമാധാനപൂർണമായ മരണം കൈവരിച്ച് വിശുദ്ധപിതാവിനെ പോലെ ശാന്തനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പ് പിതാവേ, ഈ ഇടവകയിലെ സർവ്വജനങ്ങളെയും അനാജാതി മതസ്ഥരെയും ദൈവസ്നേഹം കൊണ്ട് പൊതിയണമേ. ആർത്തിയും അത്യാഗ്രഹങ്ങളും അഹങ്കാരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ജന്മം നൽകിയ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ തനി രൂപങ്ങളാണെന്ന് ഞങ്ങളുടെ മക്കൾ തിരിച്ചറിയട്ടെ. മക്കളെ പ്രകോപിപ്പിക്കാതെ, അവരെ ദേഷ്യപ്പെടുത്താതെ, വെറുപ്പിക്കാതെ ജീവിക്കാൻ മാതാപിതാക്കളായ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. തിരുക്കുടുംബത്തിൻ കാവൽ വിളക്കായി വാഴും വിശുദ്ധ യൗസേപ്പേ, താപസധന്യമാം നിൻ തിരുജീവിതം അനുകരിക്കാൻ കൃപയേകൂ.